2013 അമേരിക്ക ഉൾപ്പെടെ 12 രാജ്യങ്ങൾ ചേർന്ന് ഡാർക്ക് എനർജി സർവേ എന്ന പേരിൽ ബഹിരാകാശ നിരീക്ഷണം നടത്തി. 6 വർഷങ്ങൾ നീണ്ട നിരീക്ഷണം 2019 അവസാനിച്ചത്. ശേഷം സർവേയിൽ നിന്നുമുള്ള വിവരങ്ങളൊക്കെ ശാസ്ത്രജ്ഞർ പഠിക്കാൻ തുടങ്ങി. ഡാർക്ക് എനർജിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ സർവേ നടത്തിയത്. എന്നാൽ പ്രപഞ്ച വികാസം, സൂപ്പർനോവകൾ, ഗാലക്സികൾ എന്നിങ്ങനെ പല പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള ധാരാളം വിവരങ്ങൾ ഈ സർവേയിലൂടെ ലഭിച്ചു. 30 കോടിയിൽ കൂടുതൽ ഗാലക്സികളിൽ നിന്നും ലഭിച്ച 50,000 GB വരുന്ന ഡാറ്റ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞത് 2021 ഈ ഡാറ്റയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഭൂമിയിൽ നിന്നും ഏകദേശം 400 കോടി കിലോമീറ്ററുകൾക്കകലെ, അതായത് നെപ്റ്റ്യൂൺ ഗ്രഹം സ്ഥിതി ചെയ്യുന്ന ദൂരത്തിൽ ഒരു വിചിത്രമായ വസ്തുവിനെ അവർ കണ്ടു. അതിനെ കൂടുതൽ നിരീക്ഷിച്ചപ്പോഴാണ് അതെന്താണെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത്. അതൊരു വലിയ വാൽനക്ഷത്രമായിരുന്നു. വലുതെന്ന് പറയുമ്പോൾ സാധാരണ വാൽനക്ഷത്രങ്ങളുടെ 1000 മടങ്ങ് വലിപ്പമുള്ള ഭീമാകാരമായ വാൽനക്ഷത്രം. ബെർണാർഡിനെല്ലി ബേൺസ്റ്റൈൻ എന്നായിരുന്നു അതിന് നൽകിയ പേര്. 750 മീറ്റേഴ്സ് മുതൽ 20 കിലോമീറ്റേഴ്സ് വരെയാണ് സാധാരണ കോമറ്റുകളുടെ വ്യാസം. എന്നാൽ ഈ കോമറ്റിന് 100 മുതൽ 200 കിലോമീറ്റർ വരെ വ്യാസമുണ്ടെന്നാണ് നിഗമനം. താരതമ്യേന പറഞ്ഞാൽ ഡൈനോസറുകളെ ഭൂമുഖത്തിൽ നിന്നും തുടച്ചുമാറ്റിയ ഉൽക്കയുടെ വ്യാസം എന്നത് ഏകദേശം 15 കിലോമീറ്റേഴ്സ് മാത്രമായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കോമറ്റ് ബെർണാർഡിനെല്ലിയാണ്. ഇതിന്റെ അസാമാന്യമായ വലിപ്പം കാരണം ഇതൊരു കുള്ളൻ ഗ്രഹമായിരിക്കുമോ എന്ന് പോലും ആദ്യം സംശയിച്ചിരുന്നു. എന്തായാലും ഇതൊരുപാട് അകലെ ആയതുകൊണ്ട് ഇതിന്റെ വലിപ്പത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്താനുണ്ട്. മറ്റൊരു വിചിത്രമായ കാര്യമെന്നത് ഇത് അവസാനമായിട്ട് നമ്മുടെ സൗരയൂഥത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചത് 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യന്റെ അസ്ഥികൂടത്തിനും 30 ലക്ഷം വർഷങ്ങളിലേറെ പഴക്കമുണ്ട്. ഈ കോമറ്റിന്റെ ഓർബിറ്റ് അഥവാ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥം തീരെ എലിപ്റ്റിക്കലാണ്. അതുകൊണ്ടാണ് ഇതിന് സൗരയൂഥത്തിന്റെ ഉള്ളിൽ വരാൻ ഇത്രയും കാലമെടുക്കുന്നത്. സൗരയൂഥത്തിന്റെ അതിരായ ഊർട്ട് ക്ലൗഡ് എന്ന മേഖലയിൽ നിന്നുമാണ് ഇത് വരുന്നത്. പല ലക്ഷം കോടിക്കണക്കിന് കോമറ്റുകളുണ്ട് ഊർട്ട് ക്ലൗഡിൽ. സൂര്യനിൽ നിന്നും ഏകദേശം 30,000 കോടി കിലോമീറ്ററുകൾക്കകലെയാണ് ഊർട്ട് ക്ലൗഡ് മേഖല ആരംഭിക്കുന്നത് തന്നെ. അവസാനിക്കുന്നത് ഏകദേശം 15 ലക്ഷം കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തും. താരതമ്യേന പറഞ്ഞാൽ സൂര്യനിൽ നിന്നും പ്ലൂട്ടോ വരെ എത്താൻ പോലും 600 കോടി കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഊർട്ട് ക്ലൗഡ് മേഖലയിൽ നിന്നുമാണ് ആ ഭീമൻ വാൽ നക്ഷത്രം വരുന്നത്. ഇനിയും 10 വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത് 2031 ഇത് നമ്മുടെ അടുത്തെത്തും. അടുത്തെന്ന് പറയുമ്പോൾ അത് ഭൂമിയുടെ ഒരുപാട് അടുത്ത് വരികയില്ല. ഈ കോമറ്റ് ഭൂമിയിൽ പതിക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ല. അതിനാൽ തന്നെ ഇതിനെ നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം ഇത് ഭൂമിയിൽ നിന്നും ഏതാണ്ട് 150 കോടി കിലോമീറ്ററുകൾക്കകലെ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. 150 കോടി കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ദൂരത്തിന്റെ 10 ഇരട്ടി ദൂരമാണ്. ഭൂമിയിൽ നിന്നും നമ്മുടെ നഗ്നനേത്രങ്ങളാൽ ഇതിനെ കാണാൻ പോലും കഴിയില്ല. ഭൂമിയിൽ നിന്നും ഏകദേശം 45 കോടി കിലോമീറ്ററുകൾക്കകലെയുള്ള ഒരു ഉൽക്കയാണ് ഡിഡിമോസ്. അടുത്ത വർഷം, അതായത് 2022 ഇത് ഭൂമിയിൽ നിന്നും 1 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെ പോകും. ഇതും ഭൂമിക്കൊരു ഭീഷണിയല്ല. ഇതിന് 780 മീറ്റേഴ്സ് വ്യാസമുണ്ട്. ഇതിന്റെ ഒപ്പം 160 മീറ്റേഴ്സ് മാത്രം വ്യാസമുള്ള ചെറിയൊരുൽക്കയും കൂടെയുണ്ട്. ഡിഡിമൂൺ എന്നാണ് ഇതിന്റെ പേര്. വലിപ്പം കുറവായതുകൊണ്ട് ഇത് വന്ന് ഭൂമിയിൽ പതിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതരുത്. വെറും 150 മീറ്റേഴ്സ് മാത്രം വലിപ്പമുള്ള ഒരു ഉൽക്ക വന്ന് പതിച്ചാൽ പോലും അതിനൊരു വലിയ ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനത്തിന്റെ അത്ര ശക്തി ഉണ്ടായിരിക്കും. 2013 വെറും 30 കിലോമീറ്റേഴ്സ് മാത്രം വ്യാസമുള്ള ചെറിയൊരുൽക്ക റഷ്യയ്ക്ക് നേരെ വന്നു. അത് വന്ന് നേരിട്ട് തറയിൽ പതിച്ചതുകൂടിയില്ല, അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിച്ചിതറി. എന്നിട്ട് പോലും ആ പൊട്ടിച്ചിതറിയതിന്റെ ശക്തി കാരണം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. 7000-ൽ കൂടുതൽ കെട്ടിടങ്ങൾ തകർന്നു. 1500-ഓളം പേർക്ക് പരിക്കുകൾ പറ്റി. അപ്പോൾ ഒരു 150 മീറ്റേഴ്സ് വ്യാസമുള്ള ആസ്ട്രോയിഡ് വന്ന് പതിച്ചാൽ എന്തായിരിക്കും അവസ്ഥ?
എന്തായാലും ഭൂമിക്ക് നേരെ വരുന്ന ഉൽക്കയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഒരുപാട് നാളുകളായിട്ട് ചിന്തിക്കുകയാണ് പല ശാസ്ത്രജ്ഞരും. ഉൽക്കയെ ബോംബ് വെച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ദിശ തിരിപ്പിച്ച് വിടുകയോ ചെയ്താൽ ആ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കാതെ രക്ഷപ്പെടാനാകുമോ എന്ന് കമ്പ്യൂട്ടർ സിമുലേഷൻസിലൂടെ പല ശാസ്ത്രജ്ഞരും നോക്കി. എന്നാൽ ഇതേ സമയം നാസയിലെ ശാസ്ത്രജ്ഞർ ഈ പ്രതിരോധ രീതികളൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്നറിയാൻ വേണ്ടി നേരിട്ട് പരീക്ഷണം നടത്താൻ പോവുകയാണ്. അവർ നേരത്തെ പറഞ്ഞ ചെറിയ ഉൽക്കയായ ഡിഡിമൂണിൽ 500 കിലോഗ്രാം ഭാരമുള്ള ഫ്രിഡ്ജിന്റെ അത്ര വലിപ്പമുള്ള ഒരു ചെറിയ സ്പേസ് ക്രാഫ്റ്റിനെ കൊണ്ടിടിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ അഥവാ ഡാർട്ട് എന്നാണ് ദൗത്യത്തിന്റെ പേര്. കഴിഞ്ഞ മാസം, അതായത് 2021 നവംബർ 24 തന്നെ അവർ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. അന്നാണ് ഡാർട്ട് സ്പേസ് ക്രാഫ്റ്റിനെ വിക്ഷേപിച്ചത്. അടുത്ത വർഷം ഒക്ടോബർ മാസത്തിൽ ഏകദേശം 7 km/s വേഗതയിൽ ഇത് ചെന്ന് ഡിഡിമൂണിൽ ഇടിക്കും. ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. ഡിഡിമോസും ഡിഡിമൂണും വന്ന് ഭൂമിയിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഈ ഉൽക്കകൾ ഭൂമിക്കൊരു ഭീഷണിയുമല്ല. മറിച്ച് സ്പേസ് ക്രാഫ്റ്റ് ചെന്നിടിക്കുമ്പോൾ ഡിഡിമോസിന്റെ സഞ്ചാരപാതയിലും വേഗതയിലും എത്രത്തോളം വ്യതിയാനം വരുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൗത്യം ചെയ്യുന്നത്. ഈ ദൗത്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ട്രോയിഡ്സിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ധാരണ ലഭിക്കും. ഭൂമിക്ക് നേരെ വരുന്ന ആസ്ട്രോയിഡുകളിൽ ന്യൂക്ലിയർ ബോംബ് വെച്ച് പൊട്ടിച്ചാൽ പോരെയെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പ്രായോഗികമായ മാർഗമല്ല. കാരണം ഉൽക്കകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് നമുക്കവയെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. എന്നാൽ ആ സമയത്തിൽ പെട്ടെന്ന് നമുക്ക് സ്പേസ് ക്രാഫ്റ്റുകൾ വിക്ഷേപിക്കാനാകില്ല. വിക്ഷേപിച്ചാൽ തന്നെ അതിന് പെട്ടെന്ന് ഉൽക്കയുടെ അടുത്തെത്താനും ബോംബ് പൊട്ടിക്കാനുമാകില്ല. നമ്മുടെ സ്പേസ് ക്രാഫ്റ്റുകൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. മാത്രമല്ല, മറ്റൊരു പ്രശ്നമെന്നത് സ്പേസ് ക്രാഫ്റ്റുകൾ വളരെ വേഗതയിൽ അവിടെ എത്തിയാൽ തന്നെ അങ്ങനെ ബോംബ് വെച്ച് പൊട്ടിച്ചാൽ ആ ഉൽക്ക പല കഷ്ണങ്ങളാകും. പക്ഷേ ഈ കഷ്ണങ്ങളിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് വലിയ കഷ്ണങ്ങൾ, നേരത്തെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അതേ പാതയിലൂടെ ആയിരിക്കും വീണ്ടും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് വന്ന് പതിക്കേണ്ടിയിരുന്ന ഉൽക്ക ഭൂമിയിൽ പലയിടങ്ങളിലായിട്ട് വന്ന് പതിക്കും. അത് കൂടുതൽ അപകടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആസ്ട്രോയിഡിന്റെ അല്ലെങ്കിൽ കോമറ്റിന്റെ ദിശ മാറ്റി വിടുക എന്നത് മാത്രമാണ് അത് വന്ന് ഭൂമിയിൽ പതിക്കാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം. വളരെ ചെറിയ രീതിയിൽ ദിശ മാറ്റാൻ കഴിഞ്ഞാൽ തന്നെ അതിന് ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം കൊണ്ട് ഭൂമിയിൽ നിന്നും അതൊരുപാട് അകലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ദിശ മാറ്റുക എന്നതും അത്ര നിസ്സാരമായ കാര്യമല്ല. ധാരാളം റോക്കറ്റ്